പ്രാവിൻകൂട് ഷാപ്പ്. ശ്രീരാജ് ശ്രീനിവാസൻ എന്ന നവാഗത സംവിധായകൻ്റെ ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ്. അൻവർ റഷീദിൻ്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ചിത്രം സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെ പ്രതീക്ഷ നൽകുന്ന കാസ്റ്റും ആയിരുന്നു പ്രാവിൻകൂട് ഷാപ്പിൻ്റേത്. ശ്രീരാജ് ശ്രീനിവാസൻ തന്നെയാണ് സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നതും. സംഗീതം വിഷ്ണു വിജയും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദും ആണ്. സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് ജോസ്, ചാന്ദിനി ശ്രീധരൻ, ശിവജിത്ത്, ശബരീഷ് വർമ്മ, നിയാസ് ബക്കർ, ദേവരാജൻ കോഴിക്കോട് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രാമത്തിലെ കള്ളുഷാപ്പിൽ നടക്കുന്ന സംഭവത്തെ ബേസ് ചെയ്താണ് കഥ ആരംഭിക്കുന്നതും നീങ്ങുന്നതും. ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ മറ്റൊരു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്നതും. ഷാപ്പിൽ നടന്ന സംഭവത്തിൻ്റെ ചുരുളഴിക്കുന്നതാണ് മെയിൻ പ്ലോട്ട്. സിനിമയെ ഒരു ത്രില്ലർ ടൈപ്പ് ആണെന്ന് പറയാമെങ്കിലും കഥ പറഞ്ഞു നീങ്ങുന്ന രീതിയും അതിൻ്റെ സ്റ്റൈലും കാരണം കൊണ്ട് തന്നെ സിനിമ മറ്റൊരു തരത്തിലുള്ള ആസ്വാദന സുഖവും കൂടി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകൻ ട്വിസ്റ്റിനോ സസ്പെൻസിനോ ഒന്നും തന്നെ കാത്തിരിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അത്തരത്തിലുള്ള കഥ പറച്ചിൽ തന്നെയാണ് സിനിമയുടെ ഒരു പ്രധാന ഹൈലൈറ്റും. ചിത്രത്തിൻ്റെ ലൊക്കേഷനുകളും ഹെവി ഒന്നുമല്ല. മെയിനായും ഒരു ഷാപ്പും പോലീസ് സ്റ്റേഷനും ചുറ്റുവട്ടവും ഒക്കെ തന്നെയാകുന്നു ലൊക്കേഷനുകൾ. ഭൂരിഭാഗവും ഇൻഡോർ മൂഡിലാണ് പടം നീങ്ങുന്നതും എന്ന് പറയാം. ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ വശം നോക്കിയാൽ ഒരു പ്രത്യേക തരം സൈക്കോ ലെവലിൽ ഉള്ള പോലീസ് ഓഫീസറിനെയാണ് ബേസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇതുവരെ ചെയ്ത തരത്തിലുള്ള വേഷമായിരുന്നില്ല അത്, അങ്ങനെ തന്നെ പറയാം. ബേസിലിൻ്റെ കഥാപാത്രമാണ് ഷാപ്പിലെ സംഭവം അന്വേഷിക്കുന്നതും അതിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തുവാൻ നോക്കുന്നതും. ചെമ്പൻ വിനോദിൻ്റെ വേഷവും അദ്ദേഹം ഇതുവരെ ചെയ്തവയുടെ അത്രയ്ക്ക് ഫ്രീക്വൻസി ഉള്ളതായി തന്നെ തോന്നിയില്ല. ഒരു സിമ്പിൾ ക്യാരക്ടറായാണ് ഫീൽ ചെയ്തത്. സൗബിൻ ഷാഹിറിൻ്റെ വേഷമാണ് നായക വേഷത്തിന് തുല്യമായത് എന്നും പറയാം. ചാന്ദിനിയുടെ വേഷവും സൗബിൻ്റെ റോളിന് നല്ല സപ്പോർട്ടിംഗ് ആയി തന്നെ തോന്നി. ശിവജിത്ത് ചെയ്ത കഥാപാത്രത്തിന് ഒരു ഹെവി ഫീലും അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ കിടിലൻ സ്ക്രീൻ പ്രസൻസും അനുഭവപ്പെട്ടു. ചിത്രത്തിൻ്റെ സംഭാഷണങ്ങളും വേറൊരു തരത്തിൽ തന്നെ ഉള്ളവയായിരുന്നു. ചിലയിടങ്ങളിൽ ഡബിൾ മീനിങ്ങുകളും സിനിമയുടെ സന്ദർഭത്തിന് ഒത്തുചേർത്തിരുന്നു. പ്രാവിൻകൂട് ഷാപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും രംഗങ്ങളും ഭംഗിയായി തന്നെ ഫീൽ ചെയ്തു. ചില രംഗങ്ങൾ കാണിച്ചിരിക്കുന്ന രീതിയും മികച്ചതായി തന്നെ തോന്നി. ഹ്യൂമർ രംഗങ്ങളും ചിത്രത്തിൽ ഉണ്ടെങ്കിലും പൊട്ടിച്ചിരി ഉണ്ടാക്കുന്ന തരം രംഗങ്ങൾ ആയിരുന്നില്ല അവ. ഷാപ്പിൻ്റെ സെറ്റുകളും അതിൻ്റെ ആംബിയൻസും കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങളും ഒക്കെ തന്നെ ചിത്രത്തിൻ്റെ കഥയുടെയും സാഹചര്യങ്ങൾക്കും ഇണങ്ങുന്ന തരത്തിൽ തന്നെയായിരുന്നു. ചിത്രം റിലീസാവുന്നതിന് മുമ്പ് പോസ്റ്ററും മറ്റും ഒക്കെ തന്നെ വന്നപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ തന്നെ ഉണ്ടായിരുന്നു. അൻവർ റഷീദും ടീമും ഒരു പുതിയ സംവിധായകനെ അവതരിപ്പിക്കുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റും പ്രേക്ഷകർക്കുണ്ടായിരുന്നു. ഇൻ ഷോർട്ട്, ചിത്രത്തിൻ്റെ പേരും കഥ പറച്ചിലും കഥാ സെറ്റപ്പും ഒക്കെ വ്യത്യസ്തമായിരുന്നുവെങ്കിലും മൊത്തത്തിലുള്ള ആസ്വാദനത്തിൽ ഒരു ഓക്കെ പടമായാണ് പ്രാവിൻകൂട് ഷാപ്പ് അനുഭവപ്പെട്ടത്.